നമസ്കാരമുണ്ട്. കേരളത്തിലെ ദേവസ്വം ബോർഡുകളൊക്കെ പിരിച്ചുവിടണം, എന്നിട്ട് അതെല്ലാം ഹിന്ദുക്കളുടെ മാത്രം ആയിട്ടുള്ള ഭരണസമിതി, ഗവൺമെൻറ്റിൻ്റെ വേണമെന്നില്ല, ഹിന്ദുക്കളുടെ മാത്രമായിട്ട് ഹിന്ദുക്കൾ മാത്രം ഭരിക്കുന്ന ഒരു സമിതിയായിട്ട് വരണം. ഇതിങ്ങനെ പറയാനുള്ള ഒരു കാരണമുണ്ട്. കാരണം എത്ര കോടി രൂപയാണ് ഒരു വർഷം നമ്മുടെ ദേവസ്വം ബോർഡിൽ നിന്നും ഗവൺമെൻറ്റിലേക്ക് നമ്മളുടെ പണം എന്ന് പറയുമ്പോൾ ഭൂരിഭാഗവും ഹിന്ദുക്കളുടെ പണം. ഇതൊരു വർഗീയത പറയുന്നതായിട്ടൊന്നും തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഇവിടെ കുറേ കാലമായിട്ട് നടന്നു വരുന്ന പരിപാടികൾ കണ്ട് മനസ്സിലാക്കി അതിനകത്തു നിന്നുള്ള ആ ഒരു അഭിപ്രായം ആണ് രൂപപ്പെടുത്തിയെടുത്ത ഒരു അഭിപ്രായമാണ്. എന്തിനാണ് വെറുതെ ഇവർക്ക് കൊടുക്കുന്നത്? ഇവർക്ക് ഇവിടെ കാലുകുത്താൻ അവസരം കൊടുക്കുകയും പള്ളി പണിയാൻ അവസരം കൊടുക്കുകയും മോസ്ക് പണിയാനൊക്കെ അവസരം കൊടുത്തത് ഇവിടുത്തെ സഹിഷ്ണുക്കളായിട്ടുള്ള സനാതന ധർമ്മികളായിട്ടുള്ള ഹിന്ദുക്കളാണ്. ഈ കൊടുത്ത ഹിന്ദുക്കൾക്ക് ഭൂമി വിട്ടുകൊടുത്ത് പള്ളി പണിയാനും മോസ്ക് പണിയാനും ചർച്ച് പണിയാനും ഒക്കെ പള്ളി കൊടുത്ത ആൾക്കാർ സനാതന ധർമ്മം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് കൊടുത്തത്. കാരണം ഇത് അങ്ങനെ പ്രത്യേകമായിട്ട് അറിയേണ്ട ഒരു കാര്യമല്ല സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതൊരു ധർമ്മമാണ്, ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഒന്നാണത്. ഇവിടെ ചില ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്നുള്ള പങ്കൊക്കെ പറ്റി അതിനുശേഷം തടിച്ച് ചേർത്ത് കൊഴുത്തപ്പോൾ അവർക്ക് തോന്നുകയാണ് തുർക്കിയിലുള്ള രാജാവിന് വേണ്ടി, തുർക്കിയിലിരിക്കുന്ന ഖലീഫയ്ക്ക് വേണ്ടി ഖിലാഫത്ത് നടത്താം എന്നും പറഞ്ഞ് വന്ന് നമ്മുടെ ആളുകളെയൊക്കെ കൊന്നില്ലേ? അവർ കൊന്നു. അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഇതൊക്കെ ഉണ്ട്. ഇനി അവർ മാത്രമല്ല, വേറെ ചില ആൾക്കാർ മതം മാറ്റണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ ചില ചാനലുകളുടെയും പത്രങ്ങളുടെയും ചില സംഹിതകൾ നടപ്പാക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾ. അതിലൊരാളാണ് ഈ പറയുന്ന സണ്ണി എം കപ്പിക്കാട്. ഈ സണ്ണി എം കപ്പിക്കാടിനെതിരെ കേസ് ചാർജ് ചെയ്തു. ഞാനിത് ഈ വീഡിയോ കൊടുക്കുന്ന സമയം വരെ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് സണ്ണി എം കപ്പിക്കാടിനെതിരെ കേസ് ചാർജ് ചെയ്തൊരു സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയെങ്കിലും ഒരു ചോദ്യം ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഹിന്ദു ദൈവത്തെ ആർക്കും എന്തും പറയാം. ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ടൊരു ദൈവമൊന്നുമില്ല. ചില ബിംബങ്ങളെ നമ്മൾ കല്ലിനെ ആരാധിക്കുന്നു, മരത്തെ ആരാധിക്കുന്നു, പാമ്പിനെ ആരാധിക്കുന്നു, അല്ലേ? എല്ലാം സർവവും ഈശ്വരന്റെ ആ ഒരു ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈ ജഗത്ത് മുഴുവനും ഈശ്വരനാണ്, എല്ലാം ഈശ്വരനാണ്. പാമ്പും പഴുതാരയും എല്ലാം ഈശ്വരനാണ്. അങ്ങനെ കണ്ടുള്ള ആ സങ്കല്പത്തിൽ നിന്നാണ് എല്ലാത്തിനെയും ആരാധിക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വന്നത്. ഓരോ ഇപ്പോൾ കോഴിക്കോട് കാസർഗോഡ് ഭാഗത്ത് ആരാധിക്കുന്നത് പോലെ അല്ല തിരുവിതാംകൂറിൽ തിരുവനന്തപുരത്ത് ആളുകൾ ആരാധിക്കുന്നത്. അതൊക്കെ പക്ഷെ അവരെല്ലാവരും ഹിന്ദുക്കളാണ്. എല്ലാത്തിനെയും ആരാധിക്കുന്നു. എല്ലാത്തിനും നമ്മളാണ്, ഞാൻ തന്നെയാണ് എല്ലാത്തിനും തത്വമസി, ഞാൻ തന്നെയാണ് എല്ലാത്തിലും ത്വം അസി, അത് നീ തന്നെയാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു വരുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇവർക്കെതിരെയൊക്കെ ഒന്നും പറയാത്തത്. അതുകൊണ്ടാണ് ഇവർക്കെതിരെ ഒന്നും ആരും മിണ്ടാത്തത്. പക്ഷേ ഈ നമ്മുടെ മിണ്ടാതിരിക്കുന്നത് നമ്മളുടെ മൗനം നമ്മളുടെ ദൗർബല്യമായിട്ട് കണ്ട് ഒരു സിനിമയിലാണെങ്കിൽ പോലും അയ്യപ്പസ്വാമി വാവരോട് പറയുന്നുണ്ട്, ഞാൻ അഹിംസാവാദിയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ദുർബലനാണ് എന്ന് വിചാരിക്കേണ്ട. അഹിംസാവാദി ആയതുകൊണ്ട് ഞാൻ ദുർബലനാണ് എന്ന് സിനിമയിൽ പറഞ്ഞതാണെങ്കിൽ പോലും നമുക്ക് അതിനകത്തൊക്കെ ഒരു സത്യമുണ്ട്, സനാതന ധർമ്മത്തിൻ്റെതായിട്ടുള്ള ഒരു സത്യം. ഞാൻ അഹിംസാവാദി ആയതുകൊണ്ട് ഞാൻ ദുർബലനാണ് എന്ന് നീ വിചാരിക്കേണ്ട. ഞാൻ മിണ്ടാതിരുന്നു എന്ന് കരുതി ഞാൻ മണ്ടനാണ് എന്ന് നീ വിചാരിക്കേണ്ട. പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. നമ്മുടെ ഭരണാധികാരികൾ തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത്. ഇവിടെ എന്തുകൊണ്ടാണ് TG മോഹൻദാസിനെതിരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത്? PC ജോർജിനെതിരെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നടപടിയെടുത്തത്? എന്തുകൊണ്ടാണ് ജാൻമണിക്കെതിരെ നടപടി എടുക്കാതിരുന്നത്? പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ജാൻമണി പോലീസ് സ്റ്റേഷനിലെങ്കിലും വിളിച്ചു വരുത്തി ജാമ്യത്തിൽ വിട്ടു. അതങ്ങനെയാണല്ലോ സംഭവിക്കുള്ളൂ. പക്ഷെ PC ജോർജിനെയും TG മോഹൻദാസിനെയൊക്കെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടുകൂടി അവരെന്താണ് പറഞ്ഞത്? അവരൊന്നും പറഞ്ഞില്ല. അവർ പറയേണ്ടത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മനസ്സിൽ വന്ന കാര്യങ്ങൾ. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, സംസാര സ്വാതന്ത്ര്യമുണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ പറയുകയും ഒരു ഭാഗത്ത് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം, മറുഭാഗത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. ഈ ഇരട്ടത്താപ്പ്, ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇതിന്
പച്ച മലയാളത്തിൽ എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് അഖില എസ് ലാൽ എന്ന് പറയുന്ന ആ പെൺകുട്ടി പറയുന്നത് നോക്കൂ. നമസ്തേ, അഖിലയാണേ. കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ ആരാധനാമൂർത്തിയാണ് ഭഗവാൻ ശ്രീ അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത്. ആ ഭഗവാനെ അപമാനിച്ചുകൊണ്ട് സണ്ണി എന്ന് പറയുന്ന ഒരാള് ഒരു വൃത്തികെട്ട അവന്റെ ദുഷിച്ച നാവുകൊണ്ട് ഭഗവാൻ ശ്രീ അയ്യപ്പ സ്വാമിയെ മോശമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാ നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കുന്നു. കണ്ടുപോയാൽ 5000 വർഷത്തിലേറെ പഴക്കമുള്ള മഹത്തായ പാരമ്പര്യമാണ് ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈന്ദവ മതം എന്ന് പറയുന്നത്. ആ മതത്തിന്റെ ആരാധനാമൂർത്തിയെ അപമാനിക്കാൻ നിനക്കാരാണ് അവകാശം തന്നത്? നീ നിന്റെ കാര്യം നോക്കി പോയാൽ മതി. മറ്റൊരു മതവിശ്വാസത്തെ അപമാനിക്കാനോ അതിലെ ആരാധനാമൂർത്തികളെ ഇത്തരത്തിൽ അപമാനപ്പെടുത്തിക്കൊണ്ട് വീഡിയോ പ്രചരിപ്പിക്കാൻ നിനക്കാരും ലൈസൻസ് തന്നിട്ടില്ല. ധർമ്മശാസ്താവ് നൈഷ്ഠിക ബ്രഹ്മചാരി സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണഘോഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് നമുക്ക് ഭഗവാൻ ശ്രീ അയ്യപ്പ സ്വാമി എന്ന് പറയുന്നത്. അതേ തീർത്ഥ പരമ്പരയിലെ ആരാധനാമൂർത്തിയാണ് മാളികപ്പുറത്തമ്മയും. ശബരിമലയുടെ താന്ത്രിക പാരമ്പര്യങ്ങളിൽ ആദ്യപരാശക്തിയായി കണ്ടുകൊണ്ടാണ് നമ്മൾ മാളികപ്പുറത്തമ്മയെ ആരാധിച്ചു പോകുന്നത്. അത്തരത്തിലുള്ള നമ്മുടെ ആരാധനാമൂർത്തികളെയാണ് ഇത്ര വികലമായിട്ടുള്ള രീതിയിൽ ഈ സണ്ണി എന്ന് പറയുന്ന ഇയാള് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോ സണ്ണി, നിങ്ങളോടൊരു കാര്യം വ്യക്തമായി തന്നെ പറയാം. നമ്മളുടെ ആരാധനാമൂർത്തികളെ ഇത്തരത്തിൽ അപമാനിക്കാൻ ശ്രമിച്ച നിങ്ങളുടെ വൃത്തികെട്ട ഭാവനയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വായി തോന്നിയത് വിളിച്ചു പറയാനായിട്ട് വിട്ടുതരുമെന്ന് നിങ്ങൾ കരുതണ്ട. ഹിന്ദു സമൂഹം നോക്കി നിൽക്കുമെന്നും നിങ്ങൾ കരുതണ്ട. ഇതിനെതിരെ ശക്തമായി തന്നെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നിട്ടിറങ്ങും. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഈ വിഷയത്തിൽ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട്. അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോടും ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളോടുമായിട്ട് പറയുകയാണ്, ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് തന്നെ കരുതുന്നു. ഇല്ലെങ്കിൽ ഹിന്ദു സമൂഹം എല്ലാ നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് അതിന്റേതായ രീതിയിൽ ജനാധിപത്യപരവും നിയമപരവുമായിട്ടുള്ള ശക്തമായ പ്രതിഷേധത്തിന് നമ്മൾ ഇറങ്ങിയിരിക്കും. കാരണം നമ്മുടെ ആരാധനാമൂർത്തി ആത്മീയ സങ്കല്പത്തെയാണ് ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ സണ്ണി എന്ന് പറയുന്ന ഇയാൾ അയാളുടെ പിഴച്ച നാവുകൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചത്. ഇതൊരിക്കലും ഞങ്ങൾ അനുവദിച്ചു കൊടുക്കില്ല. ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യും. സ്വാമിയേ ശരണമയ്യപ്പ. ദൂരെ ഇരുന്ന് ഇസ്രായേലിൽ ഇരുന്നാ പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് എന്തോ മോശപ്പെട്ട സംഗതിയാണെന്ന് വിചാരിക്കൊന്നും വേണ്ട. ഇവിടെ നമ്മൾ കാർഗിൽ യുദ്ധ സമയത്ത് നമ്മളെ സഹായിക്കാൻ വന്ന ആൾക്കാരാ അവര്, ഈ ഇസ്രായേലുകാർ, അവരുടെ മൊസാദ് നമ്മളെ സഹായിക്കാൻ വന്നു. ഈ ഒരു രാഷ്ട്രമുണ്ടല്ലോ, ഒരു ഭീകരമായിട്ടുള്ള ഒരു പേരുള്ള ഒരു രാഷ്ട്രം, പാകിസ്ഥാനെന്നോ മറ്റോ ആണ് അതിന്റെ പേര്. അവര് നിരന്തരം നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായുള്ള രാഷ്ട്രം സ്ഥാപിക്കണം. അത് ഇവിടെ നടക്കില്ല സുഹൃത്തെ. വെറുതെ അതിനുവേണ്ടി വാശി പിടിക്കുകയൊന്നും വേണ്ട. ഇവിടെ അത് നടക്കില്ല. ആരെന്തൊക്കെ കിടന്ന്, ഏത് ഉസ്താദ് എന്തൊക്കെ കിടന്ന് പറഞ്ഞാലും, ഏത് 6-ാം നൂറ്റാണ്ടിലെ ആ ഗ്രന്ഥം എടുത്തു വെച്ച് പറഞ്ഞാലും ഒന്നും ഈ തോറയിൽ നിന്നുള്ള സാധനങ്ങളല്ലേ ഇതിനകത്തൊക്കെ എഴുതി വെച്ചേക്കണത്. ഈ രണ്ട് ടീമും അടിച്ചു മാറ്റിയേക്കണ തോറയിൽ എഴുതി വെച്ചേക്കുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ അടിച്ചു മാറ്റിയേക്കണം. തെളിവ് സഹിതം വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. എന്നിട്ടിരുന്ന് ഓരോ വീരവാദങ്ങൾ പറയും. അപ്പോൾ തോറയിൽ നിന്നുള്ള അല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വേറെ ചില കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. പക്ഷെ എന്തിനാണ് വെറുതെ ഇരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരെ വെറുതെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? ഞങ്ങളും ഇരുന്നോട്ടെ, നിങ്ങളും ഇരുന്നോ, അതിനെന്താണ് കുഴപ്പമെന്താ? നിങ്ങളും ജീവിച്ചോ, ഞങ്ങളും ജീവിക്കട്ടെ. നിങ്ങൾ മാത്രം ജീവിക്കേണ്ട, ഞങ്ങൾ മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ അത് ശകലം കടന്ന കയ്യാവും. അത് കാശ്മീരിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ നാട് വിട്ടുപോകുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞില്ലേ. അതൊന്നും ഇനി അവിടെ നടക്കില്ല. കാരണം അങ്ങനെയാണ്, നിങ്ങൾക്കറിയാം. നമ്മളത് പറയുമ്പോൾ നമ്മൾ സംഖ്യ ആയതുകൊണ്ടൊന്നും അല്ല ഇതൊന്നും പറയുന്നത്, വസ്തുതകളാണ് പറയുന്നത്. എന്തിനാണ് വെറുതെ നമ്മൾ ഉപദ്രവിക്കുന്നത്? അമ്പലനടയിൽ പച്ചക്കിട്ട് കത്തിക്കും വെട്ടിത്തൂക്കും എന്നൊക്കെ പറഞ്ഞ് അരിയും മലരും കാത്തു വെച്ചോളൂ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ. ആരെന്ത് പ്രകോപനം ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ തെരുവ് തോറും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ആരെന്ത് പ്രകോപനം ഉണ്ടാക്കിയിട്ടാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? വേറെ ചില ആൾക്കാർ മതം മാറ്റാനായിട്ട് നടക്കണം. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു നീചമായ, നിന്ദ്യമായ, നികൃഷ്ടമായ, അങ്ങനെ തന്നെ പറയണം. അതാണ് അതിന്റെ തെളിവാണ് സണ്ണിയം കപ്പിക്കാട്. ഈ സണ്ണിയം കപ്പിക്കാടിന് എതിരെ എന്തുകൊണ്ടാണ് ഈ സമയം വരെയും കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും. കേസ് എടുക്കുക അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുക എന്ന് തന്നെയാണ് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന് പറയാനുള്ളത്. അവരുടെ ശബ്ദമാണ് ഈ അഖില എസ് നായരിലൂടെ, അഖില എസ് ലാലിലൂടെ നമ്മൾ കേട്ടത്.